പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരി, യേശുവിൻ്റെ മുന്നോടിയായിട്ട് കിടന്നു വന്ന യോഹന്നാൻ യേശുവിന് സാക്ഷി നൽകുകയാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതേസമയം തന്നെ കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ എന്ന് മരുഭൂമി വിളിച്ച് പറയുന്ന ശബ്ദം. അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം എന്നിങ്ങനെയുള്ള സവിശേഷതകളാണ് നമുക്ക് യോഹന്നാനിലൂടെ കാണുവാൻ സാധിക്കുന്നത്. യോഹന്നാൻ തൻ്റെ ആ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചു. അദ്ദേഹം കാണിച്ചു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി യോഹന്നാൻ്റെ ഒരു വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളൊക്കെ പരിശോധിക്കാം. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ദൈവത്തിലേറ്റ് പറഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി നമുക്ക് വിലയിരുപ്പിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷം വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന അങ്ങ് ജനത്തെ കാണുന്ന ദൈവമേ, ഇത്ര മഹത്തായ രക്ഷയുടെ സന്തോഷത്തിൽ എത്തിച്ചേരുവാനും അതിന് സമുന്നതമായ ആരാധനയാലും സവിശേഷമായ ആഹ്ലാദത്താലും എന്നും ആഘോഷിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മയുള്ള ഐക്യത്തെ എന്നും ദൈവജീവിച്ചൻ്റെ കർത്താവും അങ്ങയുടെ മായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാലയം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും
ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ആനന്ദം കൊള്ളും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ആനന്ദം കൊള്ളും. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ആനന്ദം കൊള്ളും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. എല്ലാത്തരം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവിൻ ചെയ്യുവിൻ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവ് നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ. അവൻ സാക്ഷ്യത്തിനായി വന്ന് വെളിച്ചത്തിന് സാക്ഷി നൽകുവാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷി നൽകുവാൻ വന്നവനാണ്. നീ ആരാണ് എന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിൽ നിന്നും പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആര്? ഏലിയാണോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു,
എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കും? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, ഏശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴിക നേരെയാക്കുവിനെന്ന് മരുഭൂമി വിളിച്ച് പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവരോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകുവാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബഥനിയിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനും പുതിയ നിയമത്തിലെ അതിർവരമ്പും പുതിയ നിയമത്തിലെ ആദ്യ വിശുദ്ധനുമായ യോഹന്നാൻ്റെ എളിമയും നിസ്വാർത്ഥതയും പ്രേക്ഷിതത്വവും വെളിപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ വായിച്ചു കേട്ടത്. യോഹന്നാൻ എന്തിന് വന്നു? യോഹന്നാൻ്റെ പ്രവർത്തനം കണ്ടിട്ട് ജനങ്ങൾക്ക് സംശയം, ഇത് ക്രിസ്തുവാണോ അല്ലെങ്കിൽ ഏലിയാണോ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൊരുവനാണോ? ഇതാരും അല്ല എന്ന് യോഹന്നാൻ വളരെ വ്യക്തമായി പറഞ്ഞു. എങ്കിൽ നീ പിന്നെ ആര്? കർത്താവിൻ്റെ വഴിയൊരുക്കുവിനെന്ന് മരുഭൂമി വിളിച്ച് പറയുന്ന ശബ്ദം. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. മരുഭൂമിയിൽ വാസം, അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണയും ഭക്ഷണവുമൊക്കെ വളരെ ലളിതം. വളരെ തപിഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് ജനം സംശയിച്ചു പോയി, ഇത് വരുവാനിരിക്കുന്ന മെസ്സിയ തന്നെയോ എന്ന്. ജനങ്ങൾക്ക് പല വിധത്തിലും പലതരത്തിലുമുള്ള ചിന്തയിലാണ് ഉണ്ടായിരുന്നത്. യഹൂദ ചിന്തിച്ചതിങ്ങനെയാണ്, വരുവാനിരിക്കുന്ന മെസ്സിഹ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി പോരാടി ദാവീദിൻ്റെ സിംഹാസനം തിരിച്ചു പിടിക്കുന്നവൻ, ഒരു നല്ല ഭരണകർത്താവ്, ഒരു നല്ല രാജാവ്, തങ്ങൾക്ക് വേണ്ടി പോരാടുന്നവൻ എന്നിങ്ങനെയുള്ള സവിശേഷതകളൊക്കെയാണ് യഹൂദന്മാർ വരുവാനിരിക്കുന്ന രക്ഷകനിൽ കണ്ടത്. യോഹന്നാൻ അനുതാപത്തിൻ്റെ സുവിശേഷവുമായിട്ട് കടന്നു വന്ന കാലഘട്ടം കൂടി നമ്മളൊന്ന് നോക്കുക. വളരെ ത്യാഗോജ്വലമായിട്ടുള്ള ഒരു അവസരമായിരുന്നു അത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ യഹൂദ ജനത വസിക്കുന്ന കാലം, വിദേശാധിപത്യത്തിൻ്റെ കാലം, വിദേശികൾക്ക് വേണ്ടി നികുതി കൊടുക്കുന്ന കാലം, അവരുടെ പല പ്രാവശ്യം പോരാടി അപ്പോഴെല്ലാം പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് യോഹന്നാൻ അനുതാപത്തിൻ്റെ സന്ദേശവുമായിട്ട് കടന്നു വന്നത്.
ഇങ്ങനെ കടന്നു വരുന്ന ആ യോഹന്നാന് ചിലർക്ക് സംശയം, ഇത് വരുവാനിരിക്കുന്ന മിശിഹ തന്നെ ആയിരിക്കുമോ എന്ന് അവർ ചോദിച്ചു. യോഹന്നാൻ മറുപടി പറഞ്ഞു, ഞാൻ മിശിഹ അല്ല. എങ്കിൽ പിന്നെ ആരാണ്? ഏലിയ ആണോ എന്ന് ചോദിച്ചു. ഏലിയ എന്ന് പറയുമ്പോൾ ഒരു പ്രവാചകനാണ്. അത് അദ്ദേഹം വന്ന് എല്ലാം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ യേശുവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് വന്ന് ജനങ്ങളെ ഒരുക്കേണ്ടിയിരിക്കുന്നു. അന്ന് ജനങ്ങളിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കണം. അവരെ തെറ്റുകൾ കുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വരുവാനിരിക്കുന്ന രക്ഷകനെ അഭിഷേകം ചെയ്യണം. എന്നിങ്ങനെയുള്ള കർത്തവ്യങ്ങളാണ് ഏലിയ നിർവഹിക്കേണ്ടത്. അതേസമയം തന്നെ മത്തായി സുവിശേഷൻ്റെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ യേശു സൂചിപ്പിക്കുന്നുണ്ട്, വരുവാനിരിക്കുന്ന ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്ന്. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടതെല്ലാം അദ്ദേഹത്തോട് ചെയ്തു. ഇതുതന്നെയായിരിക്കും മനുഷ്യപുത്രൻ കടന്നു വരുമ്പോഴും അവിടെ മുമ്പിൽ പീഡിപ്പിക്കപ്പെടും. അങ്ങനെ യോഹന്നാൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇദ്ദേഹം തന്നെ ആയിരിക്കുമോ വരുവാനിരിക്കുന്ന ഏലിയ എന്ന് ചിന്തിച്ചു പോയി. യോഹന്നാനോട് ചോദിച്ചു വന്നവർ, അല്ല എന്ന് മറുപടി പറഞ്ഞു. എങ്കിൽ അങ്ങ് മിശിഹായോ അല്ല, ഏലിയായോ അല്ല, പിന്നെ അങ്ങ് ആരാണ്? അങ്ങ് ഏതെങ്കിലും ഒരു പ്രവാചകനാണോ? സാധാരണ പ്രവാചകന്മാർ യേശുവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് കടന്നു വരും. ജനങ്ങൾ അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തും. അത് മാത്രമല്ല, മോസസിൻ്റെ വാക്ക് തന്നെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവൻ എന്നെപ്പോലെയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വരുവാനിരിക്കുന്ന മിശിഹ തന്നെ എന്ന് അല്ല, പ്രവാചകൻ ഒരാളെന്ന് അവർ വിശ്വസിച്ചു. അദ്ദേഹം അവരോട് ചോദിച്ചു. പക്ഷേ അവർ യോഹന്നാൻ മറുപടി പറഞ്ഞു, ഞാൻ പ്രവാചകനല്ല. അപ്പോൾ അങ്ങ് മിശിഹായല്ല, ഏലിയായല്ല, പ്രവാചകനുമല്ല, പിന്നെ താങ്കൾ ആരാണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, കർത്താവിൻ്റെ വഴിയൊരുക്കുവിനെന്ന് മരുഭൂമി ഒളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ഈസിയാസ് ദീർഘദർശിയുടെ വചനങ്ങളാണിത്. അത് യഥാർത്ഥത്തിൽ യോഹന്നാനിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. യോഹന്നാൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആ പ്രവചനം, ഇസ്യാസ് പ്രവാചകൻ്റെ പ്രവചനം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, അപ്പോൾ അങ്ങ് മിശിഹായല്ല, ഏലിയ അല്ല, പ്രവാചകന്മാരുമല്ല. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ എന്തുകൊണ്ട് അങ്ങ് സ്നാനം നൽകുന്നു? പ്രിയമുള്ളവരെയും, യോഹന്നാൻ്റെ സ്നാനവും അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരുടെ സ്നാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മറ്റ് പ്രവാചകന്മാർ സ്നാനം നൽകിയത് വിജാതിയരിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് മതത്തിലേക്ക് ചേർന്ന യഹൂദരെ ആയിരുന്നു. അങ്ങനെയുള്ള വിജാതിയരെയാണ് മറ്റ് പ്രവാചകന്മാർ സ്നാനം ചെയ്തത്. എന്നാൽ യോഹന്നാൻ നൽകിയ സ്നാനം വിജാതിരെ മാത്രമല്ല, യഹൂദർക്ക് കൂടിയാണ്. യോഹന്നാൻ പഠിപ്പിച്ചു, നിങ്ങൾ പാപികളാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപം മറ്റുള്ളവരുടെ പുണ്യയോഗ്യതകൾ വഴി പരിഹരിക്കപ്പെടാവുന്നതല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ പുണ്യയോഗ്യത വഴി അത് മോചിപ്പിക്കപ്പെടാവുന്നതല്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പാപങ്ങൾ അവർ തന്നെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തിയാൽ മാത്രമേ അവനുള്ള പാപം മോചിപ്പിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സ്നാനം എല്ലാവർക്കും ആവശ്യമാണ്, വിജാതിരെന്ന പോലെ നിങ്ങൾക്കും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരെ യോഹന്നാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് അവർ സ്നാനം സ്വീകരിച്ചു. പക്ഷെ ഒന്നുകൂടി യോഹന്നാൻ പറയുന്നുണ്ട്,
ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ നിങ്ങളുടെ മധ്യേ ഒരാൾ നിൽപ്പുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തിയെങ്കിൽ അവൻ നിങ്ങളെ അഗ്നിയാലും ജലത്താലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തുമെന്ന്. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു യേശുവിനെക്കുറിച്ച്. യോഹന്നാൻ വീണ്ടും പറയുന്നു, അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം. വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് യോഹന്നാൻ വന്നത്, അല്ലാതെ വെളിച്ചമാകുവാനല്ല. വെളിച്ചമാകുന്ന രക്ഷകന് യേശുവിന് സാക്ഷ്യം വഹിക്കുക, അതാണ് ദൈവം ഏൽപ്പിച്ച പ്രധാന ദൗത്യം. അതെങ്ങനെയെല്ലാം സാധ്യമാകുമോ ആ വിധത്തിലെല്ലാം യോഹന്നാൻ തൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളത്, നമ്മൾ വലുതാകുവാനായിട്ടാണ് നോക്കുന്നത്, മറ്റുള്ളവർ ചെറുതായി കാണുവാനും. പക്ഷേ യോഹന്നാൻ്റെ പ്രവർത്തനം മറിച്ചായിരുന്നു. തനിക്ക് കിട്ടേണ്ട ആദരവും ബഹുമാനവും എല്ലാം താൻ ഉപേക്ഷിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നു. താൻ സ്നാനപ്പെടുത്തിയവരെ തന്നിലേക്ക് സ്വീകരിക്കുകയല്ല, തൻ്റെ ശിഷ്യന്മാരായിട്ട് തൻ്റെ അനുയായികളായിട്ട് സ്വീകരിക്കുകയല്ല, അവരെല്ലാവരെയും, കൂടാതെ തൻ്റെ കൂടെയുള്ള ആ ശിഷ്യന്മാരെയും അനുയായികളെല്ലാം യേശുവിലേക്ക് പറഞ്ഞയക്കുകയാണ്. യേശുവാണ് ഇനി തങ്ങളുടെ മുന്നിലുള്ളത്. യേശുവിലേക്കാണ് ഇവരെല്ലാം പോകേണ്ടതും അവരെല്ലാം ആകർഷിക്കപ്പെടേണ്ടതും. യേശുവാണ് ഇനി മുതൽ പ്രവർത്തിക്കേണ്ടത്, താനല്ല എന്നുള്ള സത്യം അവിടെ യോഹന്നാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരെല്ലാവരെയും യേശുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തീർച്ചയായിട്ടും ഈ യോഹന്നാൻ്റെ സാക്ഷ്യം നമുക്ക് അനുകരണീയമായിട്ടുള്ളത് തന്നെയാണ്. വളരെ എളിമയോടുകൂടിയാണ് ഈ യോഹന്നാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ വലുതാകുക, ഞാൻ ചെറുതാകുക, ക്രിസ്തു വലുതാകുക. ഇതാണ് യോഹന്നാൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി പ്രവർത്തിച്ചു, അതിനുവേണ്ടി യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ യേശുവിനെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. യേശു വലുതാകുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മൾ ചെറുതായി കാണുവാനും നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ, അവരുടെ വളർച്ചയിൽ തീർച്ചയായിട്ടും നമ്മൾ ഭാഗഭാക്കുകളാകണം. അത് നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ ദ്രോഹിക്കുകയല്ല, ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ വളർച്ചയിൽ തീർച്ചയായിട്ടും നമ്മൾ സന്തോഷരായി കാണുക. അതാണ് യോഹന്നാൻ കാണിച്ചു തന്നത്. അതുകൊണ്ട് യോഹന്നാൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ എങ്ങനെയാണ് തൻ്റെ എളിമ എന്ന പുണ്യം ഇവിടെ നമുക്ക് അഭ്യസിച്ച് തന്നത്, അതേസമയം തന്നെ നിസ്വാർത്ഥനായി സേവനം ചെയ്തത്, തൻ്റെ പ്രത്യേകമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആർക്ക് വേണ്ടിയാണോ നൽകിയത്, ആ പ്രവർത്തനങ്ങൾ ഓരോന്നും നമ്മളിലേക്കും കടന്നു വരണം. നമ്മൾ എളിമയുള്ളവരായി തീരണം, നിസ്വാർത്ഥകരായി തീരണം. നമ്മുടെ പ്രേക്ഷിത ദൗത്യം ഇതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മളും യോഹന്നാനെ പോലെ എളിമയുള്ളവരായി നിസ്വാർത്ഥരായി ജീവിച്ചുകൊണ്ട് ഈ ഒരുക്ക കാലഘട്ടം, പ്രത്യേകിച്ച് യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ ആ ഒരുക്ക കാലഘട്ടം നമുക്ക് വിനിയോഗിക്കാം. അതിലൂടെ കൂടെ ദൈവാര്യങ്ങൾ പ്രാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി. വിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആഗമനം അത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കുവാനോ ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്തുവാനോ അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേ പ്രിയപുത്രൻ്റെ വരവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഭയെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും മറ്റെല്ലാ അജപാലകരെയും വളരെ പ്രത്യേകമായി ആന്റണി അച്ഛനെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കാത്തുകൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വത്സല പിതാവായ ദൈവമേ, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ ദാമ്പത്യ വിശുദ്ധിയിലും കുഞ്ഞുങ്ങൾ ജ്ഞാനത്തിലും വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ മക്കളുടെ സംരക്ഷണത്തിലും നിലനിൽക്കട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവെ, ഈ ലോകത്ത് ലോക്ക്ഡൗൺ കാലം ഞങ്ങളെ കരുതി അങ്ങേ വത്സല സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ യുവതി യുവാക്കളെ സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവപിതാവേ, ദൈവരാജ്യം സമസ്ത ജനങ്ങൾക്കും നൽകുവാനായി ആത്മാവിൻ്റെ നിറവിലും തീക്ഷ്ണതയുള്ള യുവജനത്തെ സന്യാസ വൈദിക അന്തസ്സിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നല്ല തമ്പുരാനെ, വിവിധങ്ങളായ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന അങ്ങേ മക്കളോട് കരുണയായിരിക്കണമേ. ഏകാന്തത, രോഗം, ദാരിദ്ര്യം എന്നിങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിൽ നാഥ ഞങ്ങൾക്ക് ശക്തി കേന്ദ്രമായിരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവെ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ട സകലർക്കും വളരെ പ്രത്യേകമായി അപ്രതീക്ഷിതമായി മരണമടഞ്ഞവർക്കും വേണ്ടി നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കാം. സർവശക്തനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുത് എന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ജനത്തിൻ്റെ ഈ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. ജീവിതാർച്ചന വീരയായിരാ
എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തിന് പിതാമ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. ദൈവമേ, ഈ ദിവ്യരഹസ്യ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങൾ അങ്ങേ രക്ഷ പ്രബലമാം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ഈ ആരാധന ബലി നിർവഹിക്കാൻ അങ്ങേക്ക് അർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവീൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടെ നെള്ളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തെ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലിക്ക് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനും ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായിട്ട് അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവ് പവിത്രമാക്കുവാനും കഴിയണമേ. അങ്ങനെ അങ്ങ് ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദുരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം ദിനത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച്
തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. നല്ലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അനിൽ കർത്താവെ, അങ്ങേ പുനരക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയിർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ശിവദായകവും പരിഭാവനമായി ഇവരെ അവകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലി പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കുള്ള നിത്യമായ കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ട അവകാശം ലഭിക്കുവാനിടയാക്കണമേ. വിശ്വദേവമാതാവായ ഏറ്റവും സ്നേഹമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹ അപ്പോസ്തലന്മാരോടും മഹമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ പൈശനികാമറിയത്തോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലൂടെ നിരന്തരമായ മധ്യസ്ഥയാൽ സഹായം കൈവരും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുജനത്തിൻ്റെ ബലി സർവ്വലോകത്തിൻ്റെ ശാന്തി രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനെ ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അധ്യക്ഷൻ ജോസഫ് മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികണത്തോടും അങ്ങ് നേടിയ സലജനങ്ങളുമൊത്ത് ഈ ഭൂമി തടഞ്ചിറങ്ങിയ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിൽ ഉറപ്പിക്കുവാനും കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷക ദയാപൂർവം കേട്ടല്ലണമേ. കാര്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മിതിയടഞ്ഞ സഹോദരരെ അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നിടൊപ്പം അങ്ങേ മഹത്വനിധിയുമായി സംതരാക്കപ്പെടുമെന്നും പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതി മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പന ഉത്ബോധരായും ദിവ്യോത്സരോക്തരെ നിറവെ നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട്
അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ യുഗത്തിൽ നിന്നും സുരക്ഷരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിനക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നീക്കു ഞാൻ തരുന്ന പോസലന്മാരെ ചില കർത്താവായ ക്രിസ്തുവേ, ഞങ്ങളുടെ ഈ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിധിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതവൻ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കഴിഞ്ഞ ഞായറാഴ്ച സ്വസ്ത്രം കഴിച്ച 3890 രൂപ. ഇന്ന് ജനറൽ ക്ലീനിങ് ദിവസമാണ്. നമ്മുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് എല്ലാം നന്നായിരിക്കുക എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ പള്ളിയെല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് എത്തുക. ഉച്ച കഴിഞ്ഞ് 2:30 സ്നേഹ റോസ് ചൂതമ്പറമ്പിൽ നമ്മുടെ പള്ളിക്കായിട്ട് ഒരു പൊന്നാലക്കുട സംഭാവന ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേക നന്ദിയും പറയുന്നു. നമ്മുടെ സാമൂഹ്യ അകലം പാലിച്ച് കോവിഡ് പ്രോട്ടോക്കോൾ നിയമമനുസരിച്ച് നമുക്ക് പള്ളിയിൽ പങ്കെടുക്കാവുന്നത്രയും ആൾക്കാർ പങ്കെടുക്കുക. ഇവിടെ ധാരാളം ബെഞ്ചുകളും കസേരകളൊക്കെ ഇനി ഒഴിഞ്ഞു കിടപ്പുണ്ട്. പല പള്ളികളിലും കൂടുതൽ ആൾക്കാർ പ്രവേശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും അതുപോലെ നമ്മുടെ ഇതെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിനൊരുക്കുമാറാവട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളും കൂടെ. സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദൈവപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.